ഹലോ എവരിവൺ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് LU ഡീകമ്പോസിഷൻ മെത്തേഡിലെ ഒരു മെത്തേഡ്, ഡു ലിറ്റിൽസ് മെത്തേഡ് എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞിരുന്നു. ഗോസ് എലിമിനേഷൻ മെത്തേഡ് അറിയുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു എക്സ്ട്രാ ഒരു നോട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഡു ലിറ്റിൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നലെ ക്ലാസ് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞാലാണ് ഇതിൻ്റെ കോഡ് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അത് അറിയില്ലെങ്കിലും ഇത് ഇൻഡിപെൻഡൻ്റായിട്ട് പോകാം, പക്ഷേ അത് അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ കണ്ട ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയട്ടെ. അതായത് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഈ മെട്രിക്സ് പിന്നീട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് മെട്രിക്സിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലത്തെ മെട്രിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 to 1 എന്ന് കാണാൻ പറ്റും. ആ 4 - 1 അതിനെ നിങ്ങൾ 4 0 0ലേക്ക് മാറ്റുന്നു. എങ്ങനെ? യൂസിങ് 4 ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത സ്റ്റെപ്പിൽ, അതായത് ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ആദ്യത്തെ കോളത്തിലെ ബാക്കി എലമെൻറ്റ്സിന് 0യിലേക്ക് വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ ഇക്വേഷനിലും മൂന്നാമത്തെ ഇക്വേഷനിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അതൊക്കെ ഓൾറെഡി നമ്മൾ കുറച്ച് സംസാരിച്ചതാണ്. സോ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗോസ് എലിമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടി. ഈ ഫേസിനെയാണ് നമ്മൾ എലിമിനേഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്ക് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഗോസ് എലിമിനേഷനിൽ എലിമിനേഷൻ ഫേസ് എന്ന് എഴുതി വെക്കും. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മുകളിൽ പറഞ്ഞ ആ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ പറയുന്നത് എന്താണ്? 3 times x3 = 9 എന്നുള്ളതാണ്. അപ്പോൾ 3 times x3 9 ആണെങ്കിൽ x3യുടെ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും, തൊട്ട് താഴെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്, 9/3 that is equal to 3. x3യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ, അതായത് ആ 0 3 - 1.5 എന്നൊക്കെ പറയുന്ന ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ x2 ആണ് അറിയാത്തത്, x3 ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. അതിൽ നിന്ന് നമ്മൾ x2 കിട്ടിക്കഴിഞ്ഞാൽ ആ x2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് x1 x2 x3 എന്ന് പറയുന്ന മൂന്നുമുള്ള ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x1 കണ്ടുപിടിക്കുന്നു. സോ നമ്മൾ ബാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഏറ്റവും താഴെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ വേരിയബിൾസിൻ്റെ വാല്യൂസായിട്ട് കണ്ടുപിടിച്ചിട്ട് x1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിനെ നമ്മൾ പറയുന്നത് ബാക്ക് എലിമിനേഷൻ ഫേസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ അറിയാം. അതുപോലെ തന്നെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എലിമിനേഷൻ ഫേസ് എന്ന് പറഞ്ഞു. പിന്നെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ അറിയാം. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഉപയോഗിച്ച് x1 x2 x3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ പൈത്തൺ കോഡ് കൂടിയാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആ പൈത്തൺ കോഡ് പറയുമ്പോൾ ഞാൻ 2 ബ്ലോക്കുകളായിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എലിമിനേഷൻ ഫേസിന് വേണ്ടിയിട്ടാണ്. ഇതിലെ ടേംസ് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എലിമിനേഷൻ ഫേസിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇടയ്ക്ക് 4ാമത്തെ ലൈനായിട്ട് LAM, അതായത് ലാംഡ എന്ന് പറയുന്നൊരു വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. എന്തായിരുന്നു ലാംഡ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ AKK ഉപയോഗിച്ചിട്ടാണ് ഈ AIKയുടെ അവിടെയുള്ള വാല്യൂ 0 ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാംഡ എന്ന് പറഞ്ഞാൽ AIK/AKK, താഴത്തെ നമ്പറിനെ മുകളിലത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തൊരു ലാംഡ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ AIJ - ലാംഡ ടൈംസ് AKJ നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. അതിന് ഞാൻ ആ ടെക്നിക്കൽ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. റോ ട്രാൻസ്ഫോർമേഷൻ ആണത്.
ഇതുപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ഐ കെ എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ സീറോയിലേക്ക് ആക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ സീറോയിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, അവിടെ ഒരു ലാംഡ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു ലാംഡ വന്നിട്ടുണ്ടായിരുന്നു. സോ എലിമിനേഷൻ ഫേസ് ഇതായിരുന്നു. അതുപോലെ നമ്മൾ എന്തും സംസാരിച്ചു, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷന് നമ്മൾ സംസാരിച്ചു. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള വാല്യൂസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പൈത്തൻ്റെ കോഡ് എഴുതിയപ്പോൾ ഫോർ കെ ഇൻ റേഞ്ച് n-1 മുതലാണ്. ഇന്നലെ ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് n-1 വരുന്നത്. ഏറ്റവും താഴെയുള്ള റോയുടെ ഇൻഡെക്സ് n-1 ആണ്. പിന്നെ ഒന്ന് കുറഞ്ഞ് അപ് ടു 0 ഫസ്റ്റ് റോ വരെ പോകണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടത് വി നോ ഗോസ് എലിമിനേഷൻ, വി നോ എലിമിനേഷൻ ഫേസ് ആൻഡ് ഇറ്റ്സ് പൈത്തൺ കോഡ്, വി നോ ദി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫേസ് ആൻഡ് ഇറ്റ്സ് പൈത്തൺ കോഡ്. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് LU ഡീകമ്പോസിഷൻ എന്താണെന്ന് വളരെ ഈസി ആയിട്ട് പറയാം. ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ കാണിച്ച 2 പൈത്തൺ കോഡുകൾ നോക്കി. ആ 2 ഗ്രീൻ ബോക്സുകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്പൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മെട്രിക്സും ബിയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഗ്രീൻ ബോക്സ് ഉപയോഗിക്കാം. അതുപോലെ എക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ് ആണ് അൺനൗൺസ്, അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്, രണ്ടാമത്തെ ഗ്രീൻ ബോക്സ് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് പ്രിൻ്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെട്രിക്സ് കൊടുത്തു കഴിഞ്ഞാലും ഗോസ് എലിമിനേഷൻ ഉപയോഗിച്ചിട്ടുള്ള ആൻസർ കിട്ടും. അപ്പം പരീക്ഷയ്ക്ക് ഫുൾ പൈത്തൺ കോഡ് എഴുതുമ്പോൾ ഈ 3 ലൈൻ കൂടി ചേർത്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാനിത് ഒന്നാമത്തെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം, ഒരു പ്രിലിമിനറി, അതായത് LU ഡീകമ്പോസിഷൻ പഠിക്കുന്നതിന് മുമ്പുള്ള പ്രിലിമിനറി ആയിട്ട്. ഇനി നമ്മൾ LU ഡീകമ്പോസിഷനിലേക്കാണ് അടുത്ത് പോകുന്നത്. എന്താണ് LU ഡീകമ്പോസിഷൻ മെത്തേഡ്? നമുക്ക് കാണാൻ പറ്റും, ദി പ്രോസസ് ഓഫ്, അവിടെ ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് L and U in such a way that A is equal to LU. നേരത്തെ നിങ്ങൾ A എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. ആ കോഎഫിഷ്യൻ മെട്രിക്സിനെ നിങ്ങൾക്ക് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റുമോ? എപ്പോഴും പറ്റും. ആ പ്രോസസ്സിനെ നമ്മൾ LU ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ LU ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല മാത്തമാറ്റീഷ്യൻസ് പല രീതിയിൽ ഒരു ലോവർ ട്രയാങ്കിളിൻ്റെയും അപ്പർ ട്രയാങ്കിളിൻ്റെയും പ്രൊഡക്റ്റായിട്ട് എയിനെ എഴുതാൻ മെത്തേഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 മെത്തേഡുകളാണ് ഇവിടെ. ഒന്ന് ഡൂലിറ്റിൽസ് ഡീകമ്പോസിഷൻ, പിന്നെ 2 മെത്തേഡ്സ്. അപ്പോൾ അതിൽ ഡൂലിറ്റിൽ ഡീകമ്പോസിഷൻ മാത്രമേ നമുക്ക് സിലബസിൽ നമുക്ക് മെത്തേഡായിട്ട് പഠിക്കാനുള്ളൂ. എന്നാൽ ഏതൊക്കെ മെത്തേഡ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 മെത്തേഡ് എന്തായാലും എഴുതേണ്ടത്. ഇപ്പം 3 മെത്തേഡുകൾ നിങ്ങൾ പേരുകൾ പഠിച്ചു വെക്കുക. ഇത് മാത്രമല്ല ഇഷ്ടം പോലെ വഴികളുണ്ട്. അതിൽ നമുക്ക് 3 എണ്ണം മാത്രമേ ടെക്സ്റ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണ് A is equal to LU എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഉപയോഗമുള്ളത്? ഒരു മെട്രിക്സിന് A is equal to LU എഴുതിയ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉണ്ട്. അതാണ് അടുത്ത സ്ലൈഡിൽ കാണുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരുന്നു? AX ഈക്വൽ ടു B എന്നുള്ളതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത ലൈൻ എഴുതുമ്പോൾ നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ഗെറ്റിംഗ് A is equal to LU, അപ്പോൾ A is equal to LU കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? റീറൈറ്റിംഗ് ദ എബോവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. എയ്ക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്തു? LU എന്ന് കൊടുത്തു. അപ്പോൾ LUX ഈക്വൽ ടു BI. ഇതിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആ UXനെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ UXനെ ഞാൻ എന്ത് ചെയ്യുന്നു? Y എന്ന് വിളിക്കുന്നു. ആ UXനെ Y എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കി, അതൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനെ നിങ്ങൾക്ക് വായിക്കാം LY is equal to B എന്ന് വായിക്കാം. L ഒരു മെട്രിക്സ് ആണ്, Y ഒരു പുതിയൊരാളാണ്, ആരാണെന്ന് നമുക്കറിയില്ല, ഈക്വൽ ടു B ആണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സും, അപ്പോൾ നമ്മുടെ കയ്യിലൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സും പിന്നെ ഒരു Yയും ഈക്വൽ ടു B എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടത് എന്താ? നമുക്കൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും അല്ലേ, താഴെ എഴുതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്കൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഒരു എക്സും ഈക്വൽ ടു B ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സും Yയും ഈക്വൽ ടു B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് ബാക്കിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, ഇത് ഫ്രണ്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ടോപ്പ് റോയിൽ നിന്ന് താഴത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്.
ഓക്കെ, ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതും ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒന്ന് താഴെ നിന്ന് തുടങ്ങുന്നു, മറ്റത് മുകളിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? y കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് y കിട്ടിക്കഴിഞ്ഞു. ഇനി ആ y കിട്ടിക്കഴിഞ്ഞാൽ yനെ തിരിച്ച് ഇതാ ഇവിടെ കൊടുക്കുകയാണ്. ആ yനെ തിരിച്ച് അവിടെ കൊടുത്താൽ ഒന്ന് വായിച്ചു നോക്കിയേ. ux=y എൻ്റെ കയ്യിലുണ്ട്. ഈ ux=yയുടെ പ്രത്യേകം എന്താണ്? u അപ്പർ ട്രയാങ്കുലർ ആണ്, x= ഇവിടെ ബിക്ക് പകരമാണ് y വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇന്നലെ കണ്ട ഗോസ് എലിമിനേഷൻ രൂപത്തിൽ നമ്മൾ ഗോസ് എലിമിനേഷൻ ഫേസ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഇൻറ്റു x=y ആണെങ്കിൽ ഇന്നലെ കണ്ട അതേ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ പേജിലുള്ള ബാക്കി കംപ്ലീറ്റ് ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ax=b ആണെങ്കിൽ lux=b ആയിട്ട് മാറ്റും. അതിൽ ux=y കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ly=b വരും. അത് നിങ്ങൾ ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്ക്വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക. കാര്യം എന്താ? ly=b സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ux=y ന്ന് x കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 3-4 സ്ലൈഡുകൾ കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കാം. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്തൊക്കെയായിരിക്കും? എക്സ്പ്ലെയിൻ ഡൂലിറ്റിൽസ് ഡികമ്പോസിഷൻ. ഓക്കെ, റൈറ്റ് ദി അൽഗോരിതം ഫോർ ഡൂലിറ്റിൽ ഡികമ്പോസിഷൻ, റൈറ്റ് ദി പൈത്തൺ കോഡ് ഫോർ ഡൂലിറ്റിൽ ഡികമ്പോസിഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെട്രിക്സും ഒരു ആൻസറും തന്നിട്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് സോൾവ് യൂസിങ് ഡൂലിറ്റിൽസ് ഡികമ്പോസിഷൻ. ഇതിൽ ഏത് ചോദ്യം വേണമെങ്കിലും പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ഇതെല്ലാത്തിനും നമുക്ക് ഇവിടെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഡൂലിറ്റിൽ ഡികമ്പോസിഷൻ പറയുന്ന ഡൂലിറ്റിലിൻ്റെ മെത്തേഡ് പറഞ്ഞതാണ്. നിങ്ങളുടെ എല്ല് ഈ രൂപത്തിലും, ഏത് രൂപത്തിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലിൻ്റെ രൂപം എന്താണെന്ന് നോക്കിയേ. l= ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതായത് 1 1 1, പിന്നെ അതിന് താഴെയുള്ള കുറച്ച് ആൾക്കാർ, മുകളിൽ ആരുമില്ല. സോ അതുകൊണ്ടാണ് അതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വന്നത്. അതുപോലെ u=u11, u12, u13, 0, u22, u3. ഈ രൂപത്തിലുള്ള രണ്ട് എല്ലും യു ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? l × u കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അതായത് എ നമുക്ക് കിട്ടിയും വേണം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് എൽ, വാട്ട് ഈസ് യു? ഈ എല്ലും യുവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലും യുവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ട പോലെ lux എന്ന് എഴുതും. എന്നിട്ട് ly=b ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷനും ux=v y ബാക്ക്വേഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഉപയോഗിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ അറിയാത്ത ഒരേ ഒരു കാര്യം, എൽ എന്താണെന്ന് അറിയില്ല, യു എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിന് വളരെ ഈസി ആയിട്ടാണ് ഡ്യൂലിറ്റിൽ ഒരു ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ എല്ലും യുവും കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് നോക്കാം. നിങ്ങളുടെ മെട്രിക്സ് എ ആണെന്ന് ചോദിച്ചു. ഈ താഴെ കാണുന്ന മെട്രിക്സ് ആണ് നിങ്ങളുടെ എ. ഈ എയിനെ നമുക്ക് കാണാൻ പറ്റും. l × u എഴുതി കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ഘട്ടത്തിൽ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇത് കിട്ടും. ഈ എയിൽ നിങ്ങളൊരു ഗോസ് എലിമിനേഷൻ ചെയ്ത് നോക്കിയേ, എന്ത് സംഭവിക്കുന്നു? ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മളത് വൃത്തിയായിട്ട് ഒന്ന് എഴുതി നോക്കും. ഈ താഴെ കാണിച്ചിരിക്കുന്ന എയിനെ നിങ്ങൾ ഗോസ് എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർപ്രൈസ് ഭാഗമുണ്ട്. എന്താണെന്ന് അറിയോ? ദ ഫോളോയിങ് ആർ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡൂലിറ്റിൽ ഡികമ്പോസിഷൻ. നിങ്ങൾ ഗോസ് എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും എന്താ കിട്ടുന്നത്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്നത് അല്ലേ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്നത്, എലിമിനേഷൻ ഫേസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മെട്രിക്സിൽ നിങ്ങൾ ഗോസ് എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഇല്ലേ, ആ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും ഈ നമുക്ക് കിട്ടേണ്ട ആ ഒരു യു എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ യു കണ്ടുപിടിക്കണം, എൽ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ യു എങ്ങനെ കിട്ടുന്ന പറയുന്നത്, ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഗോസ് എലിമിനേഷൻ ഉപയോഗിച്ചു ഈ എയിൽ ഗോസ് എലിമിനേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുമോ അത് ഈ യു തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് യു കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഗോസ് എലിമിനേഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടും. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് നമ്മുടെ യു. ഇനി അപ്പോൾ എല്ല് കിട്ടണ്ടേ? എല്ല് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന സെൻറ്റൻസ് നോക്കിയേ. ആദ്യത്തെ 1 ഞാൻ ഒന്നുകൂടി വായിക്കാം. ദ മെട്രിക്സ് യു ഈസ് ഐഡൻറ്റിക്കൽ ടു ദി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഫ്രം ഗോസ് എലിമിനേഷൻ. ഇനി എങ്ങനെയാണ് ഈ എല്ല് കിട്ടുക?
ആ എൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ദ ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഓഫ് എൽ ആർ ദി പിവറ്റ് ഇക്വേഷൻ മൾട്ടിപ്ലയേഴ്സ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒരു ലാംഡ കണ്ടുപിടിക്കുന്നു പറഞ്ഞില്ലേ, ഓരോ ഭാഗത്തിനെ പൂജ്യമാക്കാൻ നിങ്ങളൊരു ലാംഡ കണ്ടുപിടിക്കില്ലേ, ആ ലാംഡയ്ക്ക് കിട്ടുന്ന ആ വാല്യൂസാണ് അതാത് എല്ലിൻ്റെ വാല്യൂ വരുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇവിടുത്തെ ഒരു എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ രണ്ടുപേരും സീറോ ആക്കണ്ടേ, ആ രണ്ടുപേരും സീറോ ആക്കണമെങ്കിൽ നിങ്ങൾ ഈ ആദ്യത്തെ ആളെ സീറോ ആക്കണമെങ്കിൽ നിങ്ങളൊരു ലാംഡ കണ്ടുപിടിക്കും, അടുത്ത ആളെ സീറോ കണ്ടുപിടിക്കും, വേറൊരു ലാംഡ കണ്ടുപിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ലാംഡ 2 1 ലാംഡ 2 2 എന്ന് വിളിച്ചോ, ഈ ലാംഡ 2 1 ആണ് ഇവിടെ എഴുതേണ്ടത്, അതുപോലെ ലാംഡ 2 2 ആണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ നിങ്ങൾ ഗോസ് എലിമിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗോസ് എലിമിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് കിട്ടുന്ന ലാംഡ എന്ത് ചെയ്താൽ മതി, സൂക്ഷിച്ച് വെച്ചാൽ മതി. ആ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ എന്ത് ചെയ്യാം, ഈ എൽ എന്ന് പറയുന്ന മെട്രിക്സിലെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എഴുതാം. പിന്നെ ഒരു 1 കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, 1 1 1 എന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾക്ക് ലോവർ ട്രയാങ്കിൾ നമ്മുടെ ഉദ്ദേശിച്ച ഡു ലിറ്റിൽ പറഞ്ഞിട്ടുള്ള ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് കിട്ടി കഴിഞ്ഞു. സോ ദ പ്രോബ്ലം ഈസ്, നിങ്ങൾക്ക് എന്തറിയാം, ഗോസ് എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവും കിട്ടും എല്ലും കിട്ടും. അത് ഇത്തിരി ട്രിക്കിയാണെന്ന് മാത്രം. എങ്ങനെ ട്രിക്കി, ആ കിട്ടുന്ന യു എന്ന് പറഞ്ഞാൽ നേരത്തെ ഗോസ് എലിമിനേഷൻ ചെയ്ത് കിട്ടുന്ന യു തന്നെയാണ്. എൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചെയ്യുന്നതിനിടക്ക് ലാംഡ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ഈ 2 സെൻറ്റൻസ് അപ്പോൾ ഡൂലിറ്റിൽ ഡികമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തുടങ്ങുക, എൽ ഇങ്ങനെ ആയിരിക്കണം, യു ഇങ്ങനെ ആയിരിക്കണം, എല്ലിന് യു മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം നിങ്ങൾ ഗോസ് എലിമിനേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് ഈ 2 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ യുവിനെ കുറിച്ചും എല്ലിനെ കുറിച്ചും ധാരണയായി. ഇനി ഞാൻ എന്തുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി, യുവും എല്ലും കിട്ടിയ എന്തുകൂടി ഞാൻ പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഈ പറഞ്ഞത് ഒന്ന് വൃത്തിയായിട്ട് ഒന്നുകൂടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം യുവും എല്ലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എൽ യു എക്സ് ഇക്വൽ ടു ബിയിലാണ് തുടങ്ങുന്നത് അല്ലേ. ഇത് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയും. അപ്പോൾ ഇവിടെ നോക്കാം, വി ഹാവ് നൗ യു, വി ഹാവ് നൗ എൽ. ഈ ഗ്രീൻ ബോക്സ് ഓർമ്മയുണ്ടോ, ഇന്നലെ കണ്ടത്? ഈ ഗ്രീൻ ബോക്സ് പറയുന്നത് എന്താ, ഇത് നിങ്ങൾ ഓൾറെഡി നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞു. എനിക്ക് ഗോസ് എലിമിനേഷൻ അറിയാം എന്ന് നേരത്തെ എഴുതാൻ ഞാൻ പറഞ്ഞില്ലേ, ആ ഗോസ് എലിമിനേഷൻ്റെ ഗ്രീൻ ബോക്സാണിത്, കണ്ടോ? ഇനി ആ ഗ്രീൻ ബോക്സും താഴെ ഒരു ഓറഞ്ച് ബോക്സ് ഞാൻ തന്നിട്ടുണ്ട്. ഈ 2 ബോക്സ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കി. നിങ്ങൾക്ക് ഇത്തിരി ഫോണിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ ചെയ്തുകൊണ്ട് ഇത്തിരി ക്ലാരിറ്റി കുറവായിരിക്കാം. ഒരു വ്യത്യാസമില്ല. 4k ഇൻ റേഞ്ച് 0 to n - 1 ഉണ്ടോ, അത് തന്നെ. 4i ഇൻ റേഞ്ച് k+1 to n, അത് തന്നെ. ഈ k നോട്ട് ഈക്വൽ ടു 0 ആണ് പ്രൊസീഡ് ചെയ്യുന്നത്, അത് തന്നെ. പിന്നെ ഇവിടെ ലാംഡ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ലാംഡ കമ്പ്യൂട്ട് ചെയ്യുന്നു, അതേ സാധനം തന്നെ. എന്നിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ, ഇവിടെ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ പുതിയ വാല്യൂസ് കണ്ടുപിടിക്കുന്നുണ്ട്, അത് ഇവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെയോ ഇവിടെ ചില വാല്യൂസിന് നമ്മൾ 0 എന്ന് കൊടുക്കും, കാരണം നമുക്കൊരു ചില വാല്യൂ 0 ആക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു വ്യത്യാസം വെച്ചാൽ ആ ചില വാല്യൂ 0 എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ആ വാല്യൂസ് ഇനി മുതൽ ലാംഡ അപ്പം തന്നെ സേവ് ചെയ്യാം. ഓർമ്മയുണ്ടോ നമ്മൾ ലാംഡ അപ്പം തന്നെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞത്? ആ ലാംഡ അപ്പം തന്നെ 0 കൊടുക്കുന്നതിന് പകരം ആ വാല്യൂ സേവ് ചെയ്യുക. പിന്നെ ഈ ലാസ്റ്റ് 1 നമുക്ക് ആവശ്യമില്ല, കാര്യം എന്താ, ലാസ്റ്റ് 1 ബി ആണ്, ബിയിലെ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ ആ ഗ്രീൻ ബോക്സ് മനസ്സിലായ എല്ലാവർക്കും ഈ ഓറഞ്ച് ബോക്സ് അത് തന്നെ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോസ് എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് യുവും എല്ലും കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത്, ആദ്യം നമ്മൾ ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യേണ്ടത് അല്ലേ. ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ടോപ്പ് റോയിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലെ ബാക്ക് റോയിൽ തുടങ്ങുന്നതിന് പകരം ടോപ്പ് റോയിൽ തുടങ്ങുന്ന രീതിയിൽ അതൊന്ന് റീറേറ്റ് ചെയ്താൽ മതി. എനിക്കിവിടെ സൂം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതാ y1 = b1. ഇന്നലെ നമ്മൾ xn = n നമ്മൾ പറഞ്ഞത് അല്ലേ. അതിന് പകരം y1 തുടങ്ങുന്നു, ആ y1 ഉപയോഗിച്ച് y2 കൊണ്ടുപിടിക്കുന്നു, അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമുക്ക് ഇതിൻ്റെ അൽഗോരിതം എഴുതണം അല്ലേ. അൽഗോരിതം മീൻസ് ഇതിൻ്റെ പൈത്തൺ കോഡ് എഴുതണം. വീണ്ടും നമ്മൾ ഇന്നലത്തെ ഗ്രീൻ ബോക്സിലേക്ക് എത്തുകയാണ്. ഇന്നലത്തെ ഗ്രീൻ ബോക്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഓർമ്മയില്ലേ? ആ ഗ്രീൻ ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു,
ഒരു ഓറഞ്ച് ബോക്സാണ് എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കി? ഉണ്ട്, വ്യത്യാസമുണ്ട്. കാര്യം ഇതിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ y എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ y(0) = b(0) എന്നുള്ള ഒരു അഡീഷണൽ ഭാഗം ചെയ്യുന്നു. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് നോക്കി. 4k ഇൻ റേഞ്ച്, ഇവിടെ ഞാൻ വായിക്കുന്നത് 4k ഇൻ റേഞ്ച് n-1 to -1 -1, താഴെ നിന്ന് 0 വരെ പോകേണ്ട റേഞ്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയോ 4k ഇൻ റേഞ്ച് 1 to n, അതായത് മുകളിൽ നിന്ന് താഴെ വരെ പോകാനുള്ള ഒരു എക്സ്പ്രഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മുകളിൽ നിന്ന്. അപ്പോൾ ഇതിൽ y(0) എന്ന് പറയുന്നത് ആരാണ്? ഏറ്റവും ആദ്യത്തെ വാല്യൂവിന് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂ ചേട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4k ഇൻ റേഞ്ച് 1 to n. ഇനി ഈ ഫോർമുല ഒന്ന് വായിച്ചു നോക്കിയേ. xk = നമ്മളിവിടെ yk ആണ് കണ്ടുപിടിക്കുന്നത്. bk മൈനസ് ഇവിടെ bk മൈനസ് ഡോട്ട് പ്രൊഡക്റ്റ് ak(k+1n). ഇവിടെയോ ഇവിടെ k+1 മുതൽ n വരെ, ഇവിടെ നേരെ തിരിച്ചാണ്. ak(0 to k), അതായത് നമ്മുടെ മൊത്തം വാല്യൂവിനെ നിങ്ങൾ ഒന്ന് k+1 to n ആണെങ്കിൽ മറ്റത് 0 to k ആണ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമുള്ള കോഡിൽ. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രീൻ ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓറഞ്ച് ബോക്സ് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത ഉടൻ തന്നെ എന്തുണ്ട്? ഇവിടെ ഒരു ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ ഉടൻ തന്നെ എന്തുണ്ട്? ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി ഞാൻ ഏറ്റവും അവസാനത്തെ സ്ലൈഡിലേക്ക് കൊണ്ടുപോകണം നിങ്ങളെ. ഇവിടം വരെ പറഞ്ഞു അല്ലേ? നോക്കിക്കോ, ഒരു ഓറഞ്ച് ബോക്സ് റെഡി, രണ്ടാമത്തെ ഓറഞ്ച് ബോക്സ് റെഡി. നിങ്ങളുടെ കോഡ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ കോഡ് ഇത്രേ ഉള്ളൂ. ഇത് എലിമിനേഷൻ, ആദ്യത്തെ ഓറഞ്ച് ബോക്സ്. ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം അല്ലേ? ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇന്നലെ നമ്മൾ കണ്ട അതേ ബോക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതെടുത്തു. പക്ഷെ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം ഞാൻ ചെയ്യുന്നത്രേ ഉള്ളൂ. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ എക്സ്പ്രഷനും അത് തന്നെ. 4k ഇൻ റേഞ്ച് n-1 -1 1, അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. 4k ഇൻ റേഞ്ച് n-1 -1 1. ഇവിടെ xk = bk, ഇവിടെ bk മൈനസ് അങ്ങനെ പോകുന്നെങ്കിൽ ഇവിടെ xk = yk. അതായത് ഇന്നലെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് b ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് y ആണ്. ആ ഒരൊറ്റ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കി? ഒന്നുമില്ല. അതായത് അപ്പം ഞാൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം താഴെ പറയുന്ന രീതിയിൽ അത് റീറേറ്റ് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ട 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓറഞ്ച് ബോക്സ്, രണ്ടാമത്തെ ഓറഞ്ച് ബോക്സ് ആൻഡ് ലാസ്റ്റ് പാർട്ട്. ഈ ഭാഗം വേണ്ട, അതാണ് ഞാൻ ക്രോസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അത് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഡു ലിറ്റിൽ ഡീകമ്പോസിഷൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വീഡിയോ വളരെ ഷോർട്ടായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ ഇത് 2 വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ കൂടുതലൊരു ഹോംവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുകൂടി നോക്കണം. ഓക്കെ, ഹോംവർക്ക് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈ പ്രോബ്ലം തന്നെ ഹോംവർക്കായിട്ട് എടുത്തു. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പ്രോബ്ലമാണ്, പക്ഷേ ഇതിൻ്റെ ആൻസർ അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് 8ാമത്തെ ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ആൻസർ ഞാൻ പിന്നീട് തരും, പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എനിക്ക് പോസ്റ്റ് ചെയ്യണം. ഇത് ഗോസ് എലിമിനേഷൻ ഉപയോഗിച്ചും ചെയ്യണം, ഡു ലിറ്റിൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.